Blessing today. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ ഈ എപ്പിസോഡ് നിങ്ങളുടെ മുൻപിൽ സമർപ്പിച്ചിരിക്കുന്ന 3 പേർക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോവുകയാണ്. കോഴഞ്ചേരിയിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തി നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ഒരു നല്ല കുഞ്ഞ് അവർക്ക് ജനിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭർത്താവിന് കർത്താവ് ഒരു നല്ല ജോലി ലഭിക്കാനായി പ്രാർത്ഥിക്കുന്നു. ഇവർ പറഞ്ഞിട്ടുള്ളതും പറയാത്തതുമായ എല്ലാ വിഷയങ്ങളുടെ മേലും അത്ഭുതകരമായ വിടുതൽ അനുഗ്രഹങ്ങൾ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. അപ്പോൾ തന്നെ കാക്കനാട് നിന്ന് ടി ജയകുമാർ, അദ്ദേഹത്തിൻ്റെ മൂത്ത മകൾ ജെൻസിയുടെ ബർത്ത്ഡേ ആണ് നാളെ. സോ ഹാപ്പി ബർത്ത്ഡേ ജെൻസി ഇൻ അഡ്വാൻസ്. അതുപോലെ തന്നെ അവരുടെ മറ്റ് പലർക്കും വേണ്ടി പ്രാർത്ഥിക്കാനുണ്ട്. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ജെൻസിക്ക് വേണ്ടി, അവളുടെ സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജെനിയെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജെൻസിയുടെ കർത്താവെ ജീവിതത്തെ അങ്ങ് അനുഗ്രഹിക്കണേ. വലിയ നന്മകൾ ഇനിയുള്ള മാസങ്ങളിൽ കാണുവാനായി അങ്ങ് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മാവേലിക്കരയിൽ നിന്ന് അതുപോലെ തന്നെ അക്സ, സേറ, മാത്യു, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. മറ്റന്നാൾ അക്സയുടെ ബർത്ത്ഡേ ആണ്. സോ അക്സ, ഹാപ്പി ബർത്ത്ഡേ ഇൻ അഡ്വാൻസ്. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് അക്സയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ആരോഗ്യമുണ്ടാകട്ടെ കർത്താവ്, നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാകട്ടെ, നന്മകൾ ധാരാളമായി വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ 3 വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെക്കന്ദരാബാദ് ഡിസംബർ 4 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. YMCA ഓഫ് ഗ്രേറ്റർ ഹൈദരാബാദ്. ഡോർ നമ്പർ 9138, SP റോഡ്, ക്ലോക്ക് ടവറിന് സമീപം, സെക്കന്ദരാബാദ്, തെലങ്കാന 500003. ഈ ആൻറ്റിയുടെ പേര് നിർമ്മല. കഴിഞ്ഞ ഓഗസ്റ്റ് 15 നമ്മുടെ ഇവിടെ നടന്ന പ്രെയർ ഡേ മുതൽ താനിവിടെ വരുന്നുണ്ട്. താനിവിടെ വരുന്നതിന് ഒരു കാരണമുണ്ടായിരുന്നു. തൻ്റെ മകൻ ഏകദേശം ഒരു 5 മാസത്തോളമായി താനുമായിട്ട് മിണ്ടാതെ പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു. മദ്രാസിൽ ഒരു സ്ഥാപനത്തിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നു. അപ്പോൾ അത്രയും നാളായിട്ട് പിണങ്ങി മാറി നിൽക്കുകയായിരുന്നു താൻ. അതുകൊണ്ട് ഭയങ്കരമായ വേദനയിലും വിഷമത്തിലായിരുന്നു. ആത്മഹത്യ വരെ ചെയ്യാൻ വേണ്ടി ചിന്തിച്ചുകൊണ്ടിരുന്നു. അതേപോലെ വേദനയിരുന്നപ്പോഴാണ് തൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് നമ്മുടെ ഈ ഇവിടെ വന്നത്. എന്നാൽ താൻ ഇവിടെ വന്നു, പ്രാർത്ഥിച്ചു, പ്രേയറിലേക്ക് എഴുതിയിട്ടു. എന്നാൽ ഒത്തിരി നാളുകൾ പ്രാർത്ഥിച്ചു വന്നു. പക്ഷേ താൻ എല്ലാ ആഴ്ചയിലും വരും, തൻ്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കും. പക്ഷേ ഒരു വ്യത്യാസം താൻ കാണുന്നില്ല. അങ്ങനെ ഒത്തിരി നാൾ ഇങ്ങനെ കടന്നുകൊണ്ടിരുന്ന സമയത്ത് തൻ്റെ ഉള്ളിൽ ഇവിടുന്ന് കേൾക്കുകയും ദൈവവചനത്തിൽ പറയുന്നൊക്കെ കേട്ടു. ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക, അതോടുകൂടെ സകലതും നിനക്ക് ലഭിക്കുമെന്നുള്ളത്. താൻ അപ്പോഴത്തേനും മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിർത്തിയിട്ട് യേശുവിന് വേണ്ടി തൻ്റെ ഹൃദയം കൊടുക്കാൻ തുടങ്ങി. താൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങി. താൻ പറയുന്നൊരു കാര്യം ഇവിടെ എഴുതി തന്നൊരു കാര്യം, അന്ന് മുതൽ തൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു പാട്ട് വരികയാണ്, യേശു മാത്രം മതി, യേശു മാത്രം മതി എന്നുള്ളൊരു പാട്ട് വരികയാണ്. താൻ തൻ്റെ മകൻ്റെ എല്ലാം പ്രാർത്ഥനയെല്ലാം മറന്ന് യേശുവിന് വേണ്ടി താൻ ജീവിതം കൊടുത്ത് തനിക്ക് വേണ്ടി ചെയ്തപ്പോൾ ഒരു ദിവസം മകൻ, അതുവരെ 5 മാസത്തോളമായി തൻ്റെ വീട്ടിൽ വരായിരുന്ന മകൻ തൻ്റെ വീട്ടിലേക്ക് വന്ന് ഈ അമ്മയെ മിണ്ടുകയും സംസാരിക്കുകയും ചെയ്തു. ആൻറ്റി പറയുന്നത് അന്നേരം ഒന്നും തനിക്കൊന്നും ഫീൽ ചെയ്തില്ല. കാരണം തൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുത്തായിരുന്നു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം യേശു കർത്താവാണ് നേരെയാക്കിയത്. അങ്ങനെ യേശുവിന് വേണ്ടി ജീവിതം കൊടുത്ത് അങ്ങനെ ഒരു അനുഗ്രഹം മേടിച്ചുകൊണ്ടാണ് ആൻറ്റി നിൽക്കുന്നത്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാലോ. യേശു കർത്താവ് എപ്പോഴും അങ്ങനെയാണ്. അമ്മയ്ക്ക് മകനെ തിരികെ കൊടുത്ത പല സന്ദർഭങ്ങൾ, നയിലെ വിധവ തുടങ്ങി ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മളത് കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു സന്ദേശമുണ്ട്. ഏതൊരു പ്രാർത്ഥനാ വിഷയത്തെക്കാൾ വലുതാണ് യേശുവിനോടുള്ള സ്നേഹവും ആരാധനയും. അതിനാണ് നാം ഏറ്റവും കൂടുതൽ, അതായത് ആത്മീകമായി യേശുവിൽ വളരാനാണ് നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതെങ്കിൽ ബൈബിൾ അനുസരിച്ച് നന്മയും കരുണയും ഒക്കെ നമ്മുടെ ആയുഷ്കാലമൊക്കെ നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ.
കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഈ മകളുടെ മേൽ വന്നു ചേരട്ടെ കർത്താവെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഈ മകളെയും തന്റെ മകനെയും ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. കർത്താവിന്റെ നന്മകളാൽ നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Today I'm going to speak on Jesus is calling you. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സന്ദേശത്തിന്റെ തലക്കെട്ടിതാണ്, യേശു നിങ്ങളെ വിളിക്കുന്നു. Tell the next person Jesus is calling you. അടുത്തിരിക്കുന്ന ആളുടെ ഒന്ന് നോക്കിക്കേ, മുഖത്തേക്ക് നോക്കിക്കേ, എന്നിട്ട് പറയൂ, യേശു നിങ്ങളെ വിളിക്കുന്നു. And all of you are here because Jesus called you, not because I called you, but Jesus called you. ഓർക്കുക, നിങ്ങൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത് ബ്ലെസ്സിംഗ് ടുഡേ പ്രോഗ്രാമിലൂടെ ഞാൻ നിങ്ങളെ വിളിച്ചത് കൊണ്ടല്ല, മറിച്ച് യേശു നിങ്ങളെ വിളിച്ചത് കൊണ്ടാണ് ഈ ഹോളിനകത്ത് നിങ്ങൾ ഇരിക്കുന്നത്. Hallelujah. ഹല്ലേലൂയ. When Jesus started his ministry, the first thing he started doing was calling his disciples and calling people to him so that he could bless them. യേശു കർത്താവ് തൻ്റെ ശുശ്രൂഷ ആരംഭിച്ച വേളയിൽ താൻ ആദ്യമേ ചെയ്ത കാര്യം എന്നുള്ളത് ശിഷ്യന്മാരെ, ജനങ്ങളെ തൻ്റെ അടുക്കിലേക്ക് താൻ വിളിച്ചു കൂട്ടുകയായിരുന്നു. അങ്ങനെ അവരിലൂടെ തൻ്റെ ശുശ്രൂഷ താൻ ചെയ്തു കൊടുക്കുകയാണ് ചെയ്തത്. Matthew chapter 11 മത്തായിയുടെ സുവിശേഷം 11 verses 28, 29 and 30. അതിൻ്റെ 28, 29, 30 വചനങ്ങൾ. Jesus says, "Come to me, all who are weary and burdened, and I will give you rest." അവിടെ യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. Now this is a call that Jesus has given to all people of all generations and all nations. എല്ലാ കാലത്തുമുള്ള തലമുറയോട്, എല്ലാ ജനങ്ങളോടും, എല്ലാ രാജ്യങ്ങളിലെ ജനങ്ങളോടുമുള്ള യേശുവിൻ്റെ ഒരു തുറന്ന വിളിയാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. Jesus is calling all people irrespective of their religion, caste or creed or tribe. Jesus is calling all people, "Come to me." യേശു കർത്താവ് ഒരു വ്യക്തിയുടെ മതത്തെയോ ജാതിയെയോ വർണ്ണത്തെയോ ഗോത്രത്തെയോ ഒന്നും നോക്കാതെ തന്നെ എല്ലാവരെയും ഒരുമിച്ച് വിളിക്കുകയാണ്, എൻ്റെ അടുക്കിലേക്ക് വരുവീൻ. And not only that, whom are Jesus calling? He is calling the weary and the burdened people of the world. ഇവിടെ അത് മാത്രമല്ല, ഇവിടെ ആരെയാണ് യേശു കർത്താവ് വിളിക്കുന്നത്? അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയുമാണ് യേശു വിളിക്കുന്നത്. But let me tell you one thing, all people in all nations, irrespective of their financial background or status, all are in some way or other weary and burdened in their lives. നോക്കുക, ലോകമെമ്പാടുമുള്ള ജനങ്ങൾ അവരുടെ സാമ്പത്തികമായ ഉയർച്ചകളോ താഴ്ചകളോ കണക്കിടാതെ തന്നെ എല്ലാവരും തന്നെ അധ്വാനത്തിന്റെ കാര്യത്തിൽ അവർ ക്ഷീണിതന്മാരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. In many ways they are weary and burdened in life. അവർ പല കാര്യങ്ങളിലും അവരുടെ ജീവിതത്തിൽ അവർ ക്ഷീണിച്ചിട്ടുള്ളവരാണ്, അവർ തകർന്നിരിക്കുന്നവരാണ്. Let me remind you one thing, only Jesus can give us the real blessed inner rest. ഓർക്കുക, ഒരു കാര്യം ഞാൻ വ്യക്തമാക്കട്ടെ, യേശു ക്രിസ്തുവിനു മാത്രമേ ആന്തരികമായിട്ടുള്ള ഒരു ആശ്വാസത്തെ നമുക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. Only Jesus is the peace giver. യേശു മാത്രമാണ് സമാധാനം നൽകുന്നവൻ. Because he is called the Prince of Peace. കാരണം അവൻ സമാധാനത്തിന്റെ പ്രഭു എന്ന പേരിൽ When Jesus വിളിക്കപ്പെടുന്നവനാണ്. came to this world, he brought the heavenly peace into this world. സ്വർഗത്തിൽ നിന്ന് യേശു ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗീയമായ സമാധാനത്തെയും കൊണ്ടാണ് അവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. Whoever come to Jesus will receive his peace, not our peace, the shalom peace of Jesus. അതുകൊണ്ട് ആർ യേശുവിന്റെ ക്ഷണം കേട്ട് യേശുവിന്റെ അടുക്കിലേക്ക് ചെല്ലുമോ അവർക്ക് യേശുവിന്റെ ശാലോം സമാധാനത്തെ പ്രാപിക്കുവാനായി സാധിക്കും. Can you shout hallelujah? കൈകൾ ഉയർത്തിയിട്ട് ഉറക്കൊരു ഹല്ലേലൂയ പറയാമോ? Thank you, Jesus. ഒരിക്കൽ കൂടെ പറഞ്ഞാൽ, യേശുവേ നന്ദി.
Hallelujah. Hallelujah. Verse number 29 says, "Take my yoke upon you and learn from me, for I am gentle and humble in heart, and you will find rest for your souls." അവിടെ നാം കാണുന്നു, ഞാൻ സൗമ്യനും വിനയശീലനുമാകിയാൽ എൻ്റെ നുകമേറ്റുകൊണ്ട് എന്നോട് പഠിക്കുവിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ വിശ്രമം കണ്ടെത്തും. And again he says, verse number 30, "For my yoke is easy and my burden is light." 30-ാമത്തെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ നുകം മൃദുവും എൻ്റെ ചുമട് ലഘുവുമാകുന്നു. So Jesus is revealing his nature here. ഇവിടെ യേശു കർത്താവ് തന്റെ പ്രകൃതത്തെ, സ്വഭാവത്തെ വെളിപ്പെടുത്തുകയാണ്. We may wonder what kind of a personality is Jesus. യേശുവിനെ കാണുമ്പോൾ നാം അത്ഭുതപ്പെടും, ഇവൻ എന്ത് സ്വഭാവമുള്ളവനാണ് എന്നോർത്ത്. Is Jesus very angry at me? യേശു കർത്താവ് എന്നോട് ദേഷ്യപ്പെടുമോ? Hello. Hello. Many people think that Jesus is very angry ഒത്തിരി ആളുകളും ചിന്തിച്ചിരിക്കുന്ന യേശു വളരെ കോപാകുലനായ വ്യക്തിയാണെന്നാണ്. because we all have committed a lot of sins. കാരണം നാം എല്ലാവരും ഒത്തിരി പാപം ചെയ്തിട്ടുള്ളവരാണ്. Jesus is the ultimate judge. യേശു കർത്താവാണ് ഏറ്റവും വലിയ ന്യായാധിപൻ. So because of my sins, Jesus is always angry at me. എന്റെ പാപം നിമിത്തമായി യേശു കർത്താവിന് എല്ലായ്പ്പോഴും എന്നോട് ദേഷ്യമുണ്ടാകും. But Jesus says, "I have come to seek and save the lost," in other words, sinners. യേശു കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നിരിക്കുന്നത് കാണാതെ പോയതിനെ തിരിച്ച് കണ്ടെത്തി രക്ഷിക്കുവാൻ, അതായത് പാപികൾക്ക് വേണ്ടിയിട്ടാണ് യേശു വന്നിരിക്കുന്നത്. So in Jesus' priority list, the number one priority is given to the sinners of this world. അതുകൊണ്ട് യേശുവിനൊരു മുൻഗണനാ ലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിലെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്ന, മുൻഗണന കൊടുത്തിരിക്കുന്ന വ്യക്തികൾ ഏറ്റവും വലിയ പാപികളാണ്. And we all are in the first priority of Jesus. നാം എല്ലാവരും തന്നെ ഈ യേശുവിന്റെ മുൻഗണനാ ലിസ്റ്റിലെ ഏറ്റവും ആദ്യത്തെ വ്യക്തികളാണ്. That's why Jesus died for us on the cross of Calvary. അതുകൊണ്ടാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചത്. Only Jesus can take away the burden of our sins. ഓർക്കുക, യേശുവിന് മാത്രമേ മനുഷ്യന്റെ പാപത്തിന്റെ ഭാരം ചുമക്കാൻ സാധിക്കുകയുള്ളൂ. Anyone sitting here, anyone watching us, if there is guilty consciousness in your life, if the burden of sin is heavy on your life, what you have to do is simply tell Jesus, "Lord, I'm a sinner. Take away the burden of sin from my life." ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാപത്തിന്റെ ഭാരം, വളരെ ശക്തമായ ഭാരം, കുറ്റബോധവും പേറിക്കൊണ്ട് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഒരൊറ്റ പ്രാർത്ഥന യേശുവിനോട് പ്രാർത്ഥിക്കണം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാമോ? യേശുവേ, എൻ്റെ പാപത്തിന്റെ ഭാരത്തെ അങ്ങയുടെ കൈകളിലേക്ക് ഞാനിപ്പോൾ തരുന്നു. ആമേൻ. ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ പാപഭാരം യേശു കർത്താവ് എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. Jesus is the only Lamb of God who carries away the sins of the world. ഓ, ലോകത്തിന്റെ ഭാരത്തെ, പാപത്തിന്റെ ഭാരത്തെ ചുമക്കുന്ന ഒരേ ഒരു കുഞ്ഞാട് എന്നുള്ളത് യേശു ക്രിസ്തു മാത്രമാണ്. Hallelujah. ഹല്ലേലൂയ. 20 years, 30 years, 50 years, so many people are carrying their own sins in their life. നോക്കൂ, 20 വർഷം, 30 വർഷം, 50 വർഷമായി സ്വന്തം പാപത്തിന്റെ ഭാരം ചുമന്നുകൊണ്ട് ആളുകൾ പലരും നടക്കുകയാണ്. But when we repent of our sins and when we decide in our hearts, I don't want any sin, and when you confess your sins to Jesus, that time Jesus will take away the burden of sins. എന്നാൽ ഈ പാപം ഇനി എനിക്ക് വേണ്ട, ഈ ഭാരം എനിക്കിനി വേണ്ട എന്ന് പറഞ്ഞിട്ട് യേശുവിൻ്റെ സന്നിധിയിൽ പോയി പാപക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ആ നിമിഷത്തിൽ ആ പാപത്തിൻ്റെ ഭാരം അവൻ നമ്മിൽ നിന്ന് ചുമന്നൊഴിച്ചു മാറ്റുകയാണ്. It brings a great joy when we know that all the uncounted millions of sins are forgiven by Jesus. You are no more a sinner, you are a saint because you are blood washed. ഓർക്കുക, നമ്മുടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പാപങ്ങൾ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം മനുഷ്യനുണ്ടാകുന്നത്. കാരണം മനുഷ്യന്റെ പാപത്തിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ അവർ
അവർ വീണ്ടെടുക്കപ്പെട്ടു, അവർ സ്വതന്ത്രന്മാരായി തീർന്നിരിക്കുകയാണ്. How do you know that you have really met with Jesus? യേശുവിനെ നിങ്ങൾ കണ്ടുമുട്ടി എന്ന കാര്യം നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? After meeting with Jesus, you will be sin free and burden free. യേശുവുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിങ്ങൾ പാപമില്ലാത്തവരായി ഭാരമില്ലാത്തവരായി തോന്നുകയാണ്, മാറുകയാണ്. Everybody say Jesus is the Savior. എല്ലാവരും ഉറക്കെ പറയാമോ, യേശു രക്ഷകനാകുന്നു. What do you understand with that? അതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? Jesus can come and save you. അതിന്റെ അർത്ഥം യേശു കർത്താവിന് വന്ന് രക്ഷകനായതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ സാധിക്കും. From what? എന്തിൽ നിന്ന് രക്ഷിക്കാൻ? From anything. ഏത് കാര്യത്തിൽ നിന്നും രക്ഷിക്കാൻ. But the number one thing is our sins. എന്നാൽ ഒന്നാമത് നമ്മെ രക്ഷിക്കുന്ന മേഖല നമ്മുടെ പാപത്തിൽ നിന്നാണ്. Hallelujah. ഹല്ലേലൂയ. When you are saved from sins, നാം പാപത്തിൽ നിന്ന് രക്ഷ പ്രാപിച്ചു കഴിയുമ്പോൾ we are sinless. നാം പാപരഹിതന്മാരായി തീരുകയാണ്. Jesus washes us with his blood. അവന്റെ രക്തത്താൽ യേശു ക്രിസ്തു നമ്മെ കഴുകി വെടിപ്പുള്ളവരാക്കി തീർക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. Jesus is calling all people so that he can give them rest in their life. പകരം യേശു കർത്താവ് സകല തലമുറയിലെയും ജനങ്ങളെ ക്ഷണിക്കുന്നു. എന്തിനു വേണ്ടി? അവന്റെ ആശ്വാസം ജനങ്ങൾക്ക് കൊടുക്കുവാനായിട്ട്. So that he could make them burden free in their life. അങ്ങനെ വരുമ്പോൾ അവന് നമ്മെ ഭാരമില്ലാത്തവരാക്കി നമ്മെ തീർക്കുവാനായി സാധിക്കും. Can you imagine a life without sin, without burden, without any weariness? That is the life Jesus is promising us to give. ഒന്ന് ഭാവന കാണാമോ? പാപമില്ലാത്ത, ടെൻഷൻ ഇല്ലാത്ത, ഭാരമില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത ഒരു ജീവിതം ഭാവന കാണാമോ? അങ്ങനെ ഒരു ജീവിതമുണ്ടെങ്കിൽ അത് യേശുവിന്റെ കൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ. Hallelujah. ഹല്ലേലൂയ. Matthew chapter 15 and verse number 10. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വചനം. Jesus called the crowd to him and said, listen and understand. യേശു ജനക്കൂട്ടത്തെ തന്റെ അടുത്തേക്ക് വിളിച്ച് ശ്രദ്ധയോടെ കേട്ട് ഗ്രഹിച്ചുകൊള്ളുവീൻ. That means even today Jesus is calling multitudes or huge crowds to come to him. അതിന്റെ അർത്ഥം ഇന്നും യേശു കർത്താവ് ജനക്കൂട്ടത്തെ, വലിയ കൂട്ടം ജനങ്ങളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചു വരുത്തുകയാണ്. Matthew the same chapter verse number 32, Jesus called his disciples to him and said, I have compassion for these people. മത്തായി 15 അതേ അധ്യായം 32-ാമത്തെ വചനത്തിൽ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് അവരോട് പറഞ്ഞു, എനിക്ക് ഈ ജനങ്ങളോട് അനുകമ്പ തോന്നുന്നു. Hallelujah. ഹല്ലേലൂയ. Look here, there is a crowd here. ദയവായി ശ്രദ്ധിച്ചാൽ ഇവിടെ നോക്കൂ, ഒരു വലിയ ജനക്കൂട്ടമുണ്ട്. And this crowd has come for this meeting because Jesus called them. യേശു കർത്താവ് അവരെ ക്ഷണിച്ചത് കൊണ്ടാണ് ഈ ജനക്കൂട്ടം ഇപ്പോൾ യേശുവിന്റെ മുൻപിൽ വന്നിരിക്കുന്നത്. And this is the feeling Jesus has for the crowd, compassion. യേശുവിന് ആ വന്നുകൂടിയ ജനത്തോട് തോന്നിയ വികാരം എന്തായിരുന്നു? അനുകമ്പയായിരുന്നു. So that he wanted to heal them, he wanted to feed them, he wanted to bless them. ആ അനുകമ്പയിൽ നിന്ന് അവരെ സൗഖ്യമാക്കണമെന്നും അവരെ അനുഗ്രഹിക്കണമെന്നും അവർക്ക് ഭക്ഷണം കൊടുക്കണമെന്നും യേശു കർത്താവിന് തോന്നുകയാണ്. Matthew chapter 20, മത്തായിയുടെ സുവിശേഷം 32 onwards, അതിന്റെ 32 മുതലുള്ള വചനങ്ങൾ. Jesus stopped and called them. What do you want me to do for you? He asked. അവിടെ യേശു പറയുന്നു, യേശു നിന്ന് അദ്ദേഹം അവരെ വിളിച്ചു ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? Here Jesus is calling the blind people. ഇവിടെ യേശു കർത്താവ് അന്ധന്മാരായ ചിലരെയാണ് വിളിക്കുന്നത്. Verse number 33, Lord, they answered, we want our sight. 33-ാമത്തെ വചനത്തിൽ അവർ മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾക്ക് കാഴ്ച കിട്ടണം. Jesus had compassion on them and touched their eyes. Immediately they received their sight and followed him.
44-ാമത്തെ വചനത്തിൽ യേശു അവരോട് മനസ്സലിഞ്ഞ് അവരുടെ കണ്ണുകളിൽ തൊട്ടു. ഉടൻ തന്നെ അവർക്ക് കാഴ്ച ലഭിച്ചു. അവർ അദ്ദേഹത്തെ അനുഗമിച്ചു. Hallelujah. ഹല്ലേലൂയ. Luke chapter 18 and verse number 16. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വചനത്തിൽ Jesus called the children to him and said, "Let the children come to me and do not hinder them, for the kingdom of God belongs to such as these." അവിടെ അദ്ദേഹം പൈതങ്ങളെ തന്റെ അടുക്കിലേക്ക് വിളിച്ചുകൊണ്ട് യേശു പറഞ്ഞു, ശിശുക്കളെ എന്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിൻ, അവരെ തടയരുത്, ദൈവരാജ്യം ഇങ്ങനെയുള്ളവരുടേതാകുന്നുവല്ലോ. In other words, all the children sitting here, all the children at your home, Jesus is calling all the children to him. Why? Because he wants to bless them. നോക്കുക, മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളും അല്ലെങ്കിൽ വീടുകളിലായിരിക്കുന്ന കുട്ടികളെ യേശു കർത്താവ് തന്റെ അടുക്കിലേക്ക് ക്ഷണിക്കുക. എന്തിനാണ് അവൻ ക്ഷണിക്കുന്നത്? അവരെ അനുഗ്രഹിക്കുവാനായിട്ടാണ് തന്റെ അടുക്കിലേക്ക് വിളിക്കുന്നത്. How many parents sitting here, you want your children to get blessed? ഇവിടെ ഇരിക്കുന്ന എത്ര മാതാപിതാക്കൾക്ക് നിങ്ങളുടെ മക്കൾ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്? അവരുടെ കൈകൾ കാണട്ടെ. When our children were born, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ within 15-20 minutes I took them in my hands 10-15 മിനിറ്റിനുള്ളിൽ തന്നെ ഞാൻ അവരെ എൻ്റെ കൈകളിലെടുത്തു. and I gave my children to the hands of Jesus. ഞാൻ എൻ്റെ മക്കളെ കർത്താവിന്റെ കൈകളിലേക്ക് പരമേൽപ്പിച്ചു. Because I knew this principle. കാരണം എനിക്ക് ഈ വചനത്തിന്റെ തത്വം അറിയാം. If we give hand over our children to the hands of the maker, he can bless them. ഓർക്കുക, നമ്മുടെ മക്കളെ നമ്മുടെ സൃഷ്ടാവിന്റെ കയ്യിലേക്ക് പരമേൽപ്പിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. The Holy Spirit makes me understand one thing. ഒരു കാര്യം പരിശുദ്ധാത്മാവ് എന്നെ മനസ്സിലാക്കി തന്നു. Many fathers, mothers sitting here, ഇവിടെ ഒത്തിരി മാതാപിതാക്കൾ, അമ്മയും അപ്പന്മാരുമുണ്ട്. you are worried about your children. നിങ്ങളുടെ മക്കളെ കുറിച്ച് നിങ്ങൾ ആകുലപ്പെടുകയാണ്. You are worried about your grandchildren. ചിലർ കൊച്ചു മക്കളെ കുറിച്ചാണ് ആകുലപ്പെടുന്നത്. Jesus is calling. എന്നാൽ യേശു കർത്താവ് നിങ്ങളെ വിളിക്കുകയാണ്. Bring all the children to me. എല്ലാ മക്കളെയും പൈതങ്ങളെയും എന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവീൻ. I will bless them. ഞാൻ അവരെ അനുഗ്രഹിക്കാം. I will give them a future. ഞാൻ അവർക്കൊരു നല്ല ഭാവി കൊടുക്കാം. All parents, listen to me. എല്ലാ മാതാപിതാക്കളെ ശ്രദ്ധിക്കാമോ? If we are ready to give our children to the hands of Jesus, he will be responsible for their future. ഓർക്കുക, നമ്മുടെ മക്കളെ കർത്താവിന്റെ കൈകളിലേക്ക് പരമേൽപ്പിക്കുവാൻ വേണ്ടി നാം തയ്യാറാണെങ്കിൽ ഓർക്കുക, നമ്മുടെ കർത്താവ് അവരുടെ ഭാവി ജീവിതത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വം അവൻ എടുത്തിരിക്കും. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സെക്കന്ദരാബാദ് ഡിസംബർ 4 വെള്ളി. സമയം വൈകിട്ട് 6 മുതൽ 9 മണി വരെ. YMCA ഓഫ് ഗ്രേറ്റർ ഹൈദരാബാദ്. ഡോർ നമ്പർ 9138, SP റോഡ്, ക്ലോക്ക് ടവറിന് സമീപം, സെക്കന്ദരാബാദ്, തെലങ്കാന 500003. ഇനി നമ്മൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാനായി പോകുകയാണ്. കണ്ണുകൾ അടച്ച് എന്നോട് ചേർന്ന് ഭയഭക്തി പുരസനം പ്രാർത്ഥിക്കാനായി തുടങ്ങിയാൽ, കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, രോഗികളായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവെ, നട്ടം തിരിയുന്ന ഒത്തിരി ആളുകൾ കർത്താവെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ അങ്ങയുടെ ആശ്വാസത്തിൻ്റെ കരം ആദ്യമേ തന്നെ അങ്ങ് വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവെ, അവരുടെ കണ്ണുനീരിനെ യേശുവേ അങ്ങ് തുടച്ച് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. യേശു നല്ലവനാണെന്നൊരു മിഠായി എങ്ങനെയാണ് രുചിച്ച് നുണഞ്ഞ് ഇറക്കുന്നത്, അതുപോലെ തന്നെ യേശു കർത്താവ് നല്ലവനാണ് എന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിച്ചറിയാനായി പോവുകയാണ്. ഇപ്പോൾ എപ്പിലെപ്സി, ഇപ്പോൾ അപസ്മാരത്തിൻ്റെ അസുഖം ഈ സമയത്ത് അത് സൗഖ്യമാക്കുകയാണ്. അപ്പോൾ തന്നെ കൈകൾ ഉയർത്തുവാൻ സാധിക്കാത്ത ചില വ്യക്തികൾ ഈ സമയത്ത് യേശുവേ എന്ന് വിളിച്ചുകൊണ്ട് കൈകൾ ഉയർത്തുക. അസ്ഥി സംബന്ധമായ അസുഖങ്ങളെല്ലാം ഈ സമയത്ത് സൗഖ്യമാകുകയാണ്. സന്ധിവാദം, അതുപോലെ മജ്ജയ്ക്കകത്തുള്ള ചില പ്രശ്നങ്ങൾ ഈ സമയത്ത് കർത്താവ് സൗഖ്യമാക്കുകയാണ്. താങ്ക് യു ലോർഡ്. എക്സലി യേശുവിൻ നാമത്തിൽ ഈ സമയത്ത് അത് സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുക. ചില പൊടിയുടെ അലർജികൾ ഈ സമയത്ത് മാറുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സൗഖ്യമാകട്ടെ. വിട്ടുമാറാത്ത ചുമ, അതുപോലെ വിട്ടുമാറാത്ത പനി, അതുപോലെ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. യേശുവിൻ്റെ നാമത്തിൽ അത്തരം വ്യക്തികൾ ഈ സമയത്ത് സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. സൊറൈസിസ്,
പാരലൈസിസ് യേശുവിൻ നാമത്തിൽ ശരീരം മുഴുവൻ പൊട്ടുന്നത്, ഇപ്പോൾ ഈ സമയത്ത് ചൊറിഞ്ഞ് തടിച്ച് പൊട്ടി നിൽക്കുന്നത് ഇപ്പോൾ കർത്താവ് സൗഖ്യമാക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് തന്നെ വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ബ്ലീഡിങ് യേശുവിൻ നാമത്തിൽ, രക്തസ്രാവം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ തന്നെ ഇതാ സൗഖ്യമാകുന്നതായി കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ ഇരിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണിക്കുന്നു. ഒന്നുകിൽ നിങ്ങൾ കിടക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണം. നിങ്ങൾക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. നിങ്ങൾ ചില മിനിറ്റുകൾ, ചിലപ്പോൾ മണിക്കൂറുകൾ വരെ ഇനി ഇരുന്നാൽ പോലും പ്രശ്നമില്ലാത്ത വിധത്തിൽ കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കുകയാണ്. ജോലിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് കാണുന്നു. ദൈവമേ, ഒരു അത്ഭുതം ചെയ്ത് അദ്ദേഹത്തിന് ജോലിയിലേക്ക് മടങ്ങി ചെല്ലുവാനായി കർത്താവ് കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അതുപോലെ സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ പോകുന്ന ചില വ്യക്തികൾ ഈ സമയത്ത് വിടുതൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നത്. കൃഷിയിലൂടെ നഷ്ടങ്ങൾ മാത്രം സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ കർത്താവെ, എന്നാൽ ഈ വർഷം ഇവർക്ക് ചിലത് ലാഭകരമായത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ശുശ്രൂഷയിലായിരിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ കർത്താവ് കാണിക്കുന്നു. കർത്താവെ, അത്ഭുതങ്ങൾ ഇവരുടെ ശുശ്രൂഷയിലൂടെ നടക്കട്ടെ കർത്താവെ, വിടുതലുകൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളെയും യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിപ്പോൾ ചേർന്ന് അനുഗ്രഹിച്ചിരിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ എപ്പിസോഡ് വാച്ച് ചെയ്തതിന് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് ലാസ്റ്റ് എപ്പിസോഡായിരുന്നു. അപ്പോൾ തന്നെ ഇന്നത്തെ നമ്മുടെ ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്നത് സെക്കൻഡരാബാദിലാണ്. അവിടേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ പ്രത്യേകമായി ആ ഭാഗത്തുള്ളവരെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഈ ആഴ്ചയിൽ അവസാനത്തെ എപ്പിസോഡാണെന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. അടുത്ത ആഴ്ചയിൽ നമ്മുടെ പുതിയ ചില കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ കടന്നു വരും. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.